ഹലോ ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഇന്ന് മോഡേൺ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ ഒരു ക്ലാസ്സാണിത്. ഈ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും എന്ന് വിചാരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പ്രൊവിഷൻ ഫോർ ബാങ്കിങ് സർവീസ് ടു ദ പുവർ പേഴ്സൺ ഓഫ് എ സൊസൈറ്റി ടു എൻകറേജ് ദം ടു അവെയിൽ ബാങ്കിങ്. പ്രൊവിഷൻ ഫോർ ബാങ്കിങ് സർവീസ് ടു ദ പുവർ പേഴ്സൺ ഓഫ് സൊസൈറ്റി ടു എൻകറേജ് ദം ടു അവെയിൽ ബാങ്കിങ്. അതായത് ബാങ്കിങ്ങിനെ കുറിച്ച് സാധാരണ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ബാങ്കിങ് സർവീസിൽ ഏർപ്പെടുത്തിയ പ്രൊവിഷൻ്റെ പേരെന്താണ്? അതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. എന്താണ്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ടൈപ്പ് ഓഫ് സർവീസസ് ക്യാൻ ബി ഓഫേർഡ് അണ്ടർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ? ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിൽ ഏതൊക്കെ ടൈപ്പിലുള്ള സർവീസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ: ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ലോൺ അക്കൗണ്ട് ആൻഡ് റെമിറ്റൻസ് സർവീസ്. ഏതൊക്കെയാണ്? ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട്, ലോൺ അക്കൗണ്ട് ഉണ്ട്, റെമിറ്റൻസ് സർവീസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: ദ ചാർജ് ഓൺ മൂവബിൾ അസറ്റ് വിത്തൗട്ട് പൊസഷൻ ടു ക്രിയേറ്റ് ഈസ് ചാർജ് നോൺ ആസ്. എന്താണ് ചോദിച്ചേക്കുന്നത്? ദ ചാർജ് ഓൺ മൂവബിൾ അസറ്റ് വിത്തൗട്ട് പൊസഷൻ, അതായത് പൊസഷൻ ക്രിയേറ്റ് ചെയ്യാതെ മൂവബിൾ അസറ്റിന്മേൽ നടത്തുന്ന ചാർജിന് പറയുന്ന പേരെന്താണ്? ആൻസർ: ഹൈപ്പോത്തിക്കേഷൻ. എന്താണ്? ഹൈപ്പോത്തിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ: ബിഫോർ അക്സെപ്റ്റൻസ് ഓഫ് ദ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആസ് എ കൊളാട്രൽ സെക്യൂരിറ്റി the banks normally ask for non-encumbrance certificate for a period of. അതായത് ബിഫോർ അക്സെപ്റ്റൻസ് ഓഫ് ദ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആസ് എ കൊളാട്രൽ സെക്യൂരിറ്റി, ലാൻഡോ ബിൽഡിങ്ങോ മറ്റതും കൊളാട്രൽ സെക്യൂരിറ്റിയായിട്ട് ബാങ്ക് സ്വീകരിക്കുമ്പോൾ ദ ബാങ്ക്സ് നോർമലി ആസ്ക് ഫോർ നോൺ എൻകുംബറൻസ് സർട്ടിഫിക്കറ്റ്, ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും. അത് എത്ര നാളത്തേക്കാണെന്നാണ് ചോദിച്ചേക്കുന്നത്? ആൻസർ: 12 years or 30 years. 12 വർഷം അല്ലെങ്കിൽ 30 വർഷത്തേക്കുള്ള എൻകുംബറൻസ് സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഹൗ മെനി ടൈപ്പ് ഓഫ് മോർഗേജ് ആർ ദെയർ അണ്ടർ സെക്ഷൻ 58 ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്? ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൽ എത്ര ടൈപ്പ് മോർഗേജുകളെ പറ്റിയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ആൻസർ: 6. 6 ടൈപ്പിലുള്ള മോർഗേജ് ആണ്. അതിനകത്ത് ഇക്വിറ്റബിൾ മോർഗേജ് ഉണ്ട്, മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ ഉണ്ട്, യൂസുഫ്രാക്ടറി മോർഗേജ് ഉണ്ട്, സിമ്പിൾ മോർഗേജ് ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള മോർഗേജ് ഉണ്ട്. നമ്മുടെ എക്സാമിന് വേണ്ടി നമ്മൾ 2 എണ്ണം പഠിച്ചു വെക്കുക. ഗെഹാൻ, മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ. എന്താണ്? മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ എന്നുള്ളതാണ് ഗെഹാൻ. അതായത് ഞാൻ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി കൊണ്ട് ബാങ്കിൽ കൊണ്ട് പണയം വെക്കുകയാണെങ്കിൽ എൻ്റെ വസ്തു ബാങ്കിൻ്റെ പേരിൽ എഴുതി തരികയാണ്. എന്നീ കാലാവധി തീരുന്നോ, ലോണിൻ്റെ കാലാവധി തീരുന്നോ, അത് ബാങ്കിന് സ്വന്തമാകുന്ന ഒരു പ്രോസസ്സാണ് ഗെഹാൻ. അതാണ് മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ. അടുത്തതാണ് യൂസുഫ്രാക്ടറി മോർഗേജ്. അത് നമ്മുടെ PACS അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കെട്ടുതെങ്ങ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രോപ്പർട്ടി മാത്രമല്ല, പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ആദായം കൂടെ എന്താണ്? ബാങ്കിനോ അല്ലെങ്കിൽ എവിടെയാണോ പണയം വെക്കുന്നത് അവർക്ക് കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ യൂസുഫ്രാക്ടറി മോർഗേജ്. അത് 2 എണ്ണം നമ്മുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് എ ബിലോ പ്രോവർട്ടി ലൈൻ പേഴ്സൺസ് SHG ഈസ്. അതായത് എന്താണ്? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലുള്ള മെമ്പർമാരുടെ എണ്ണം ബിലോ പ്രോവർട്ടി ലൈനുള്ള പേഴ്സൺസ് ഉൾപ്പെടുന്ന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിൻ്റെ മെമ്പേഴ്സ് എത്ര പേര് വരെ ആകാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിനിമം 10 ആൻഡ് മാക്സിമം 20. മിനിമം 10 പേരും വേണം, മാക്സിമം 20 പേരും. ഇനിയും ഈ പറഞ്ഞ ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസ് ഉൾപ്പെടുന്ന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ മിനിമം 5 പേഴ്സൺസ് മതി, മാക്സിമം 10 പേഴ്സൺസ് വരെ മതി. അടുത്ത ക്വസ്റ്റ്യൻ: ഇൻ എഡ്യൂക്കേഷൻ ലോൺ ദ റീപേയ്മെൻറ്റ് പീരീഡ് ഈസ്. എഡ്യൂക്കേഷൻ ലോണിൻ്റെ റീപേയ്മെൻറ്റ് പീരീഡ് സാധാരണ എത്ര വർഷമാണ്? ആൻസർ: 7 years. എത്ര വർഷമാണ്? 7 വർഷം. അടുത്ത ക്വസ്റ്റ്യൻ: നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കം അണ്ടർ ഡാഷ് ഇൻ KYC നോംസ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കംസ് അണ്ടർ ഡാഷ് ഇൻ KYC നോംസ്. KYC നോംസ് അനുസരിച്ച് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹൈ റിസ്ക് കാറ്റഗറിയാണ്. ഹൈ റിസ്ക് കാറ്റഗറി. അടുത്ത ക്വസ്റ്റ്യൻ:
ഡാഷ് ഈസ് ദ മോസ്റ്റ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ലോൺ മാനേജ്മെൻറ്റ്. ലോൺ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ഏതാണ്? ആൻസർ റിക്കവറി മാനേജ്മെൻറ്റ്. ഏതാണ്? റിക്കവറി മാനേജ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, റീസ്ട്രക്ചറിങ് ഓഫ് ലോൺ വിൽ ബി എ നെസസിറ്റി ഇൻ ദ ഡാഷ് പോയിന്റ് ഓഫ് വ്യൂ. ഒരു ലോൺ റീസ്ട്രക്ചർ ചെയ്യേണ്ടത് ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഏറ്റവും അത്യാവശ്യം? ആൻസർ ലെൻഡേഴ്സ്. ആരുടെയാണ്? ലെൻഡേഴ്സ്. പണം കടം കൊടുക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നാണ് റീസ്ട്രക്ചറിങ് ഓഫ് ലോൺ അത്യാവശ്യമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സർഫസി ആക്ട് 2002 മീൻസ് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് ഡാഷ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ്. അവിടെ ആ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് കഴിഞ്ഞിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ റീകൺസ്ട്രക്ഷൻ. എന്താണ്? റീകൺസ്ട്രക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഫോർ റീഡ്രസൽ ഓഫ് കസ്റ്റമർ ഗ്രീവൻസസ് എഗനിസ്റ്റ് ബാങ്കിങ് സെക്ടർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ. ക്വസ്റ്റ്യൻ എന്താണ്? ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഫോർ റീഡ്രസൽ ഓഫ് കസ്റ്റമർ ഗ്രീവൻസസ് എഗനിസ്റ്റ് ബാങ്കിങ് സെക്ടർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ. ആൻസർ ഫെബ്രുവരി 1995. 1995 ഫെബ്രുവരിയിലാണ് എന്താണ് കസ്റ്റമറുടെ പരാതി പരിഹരണ മാർഗവുമായിട്ട് ബാങ്കിങ് ഓംബുഡ്സ്മാൻ നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ മച്യൂറിംഗ് അസറ്റ് വിൽ ബി എ. ഒരു മച്യൂരിറ്റി ആയിട്ടുള്ള ഒരു അസറ്റ്, അതിനകത്ത് പണം കടം കൊടുത്തേ പറ്റത്തുള്ളൂ. അതെന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാഷ് ഇൻഫ്ലോ ആണ്. ക്യാഷ് ഇൻഫ്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ പ്രോഫിറ്റ് പ്ലാനിംഗ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. പ്രോഫിറ്റ് പ്ലാനിങ്ങും റിസ്ക് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ആൻസർ അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ്. ഏതാണ്? അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പാരാമീറ്റർ ഓഫ് എൽ ഇൻ ക്യാമൽസ്. ക്യാമൽസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റേറ്റിംഗ് ഏജൻസിയാണ്. അതിനകത്ത് ക്യാമൽസ് എന്നുള്ള ക്യാപിറ്റൽ ആഡിക്വസി മാനേജ്മെൻറ്റ് എന്നൊക്കെയുള്ള പറയുന്നതിനകത്തുനിന്ന് എൽ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ലിക്വിഡിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലോങ് ടേം ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് എ ബാങ്ക് ഈസ് കോൾഡ്. ഒരു ബാങ്കിന് ഒരു വളരെ നീണ്ട കാലത്തേക്കുള്ള ഒരു ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? ആൻസർ സോൾവൻസി. എന്താണ്? സോൾവൻസി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡാഷ് ഡെപ്പോസിറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടേം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ടേം ഡിപ്പോസിറ്റിൻ്റെയും ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെയും കൂടെ കോമ്പിനേഷൻ പറയുന്ന പേരെന്താണ്? ആൻസർ ഫ്ലെക്സി ഡിപ്പോസിറ്റ്. ഫ്ലെക്സി ഡിപ്പോസിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓഫറിംഗ് അഡീഷണൽ സർവീസസ് ടു എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഈസ് കോൾഡ്. അതായത് നിലവിലുള്ള കസ്റ്റമേഴ്സിന് അധികമായിട്ട് നൽകുന്ന സേവനങ്ങൾക്കൂടെ പറയുന്ന പേരെന്താണ്? ആൻസർ ക്രോസ് സെല്ലിംഗ്. എന്താണ്? ക്രോസ് സെല്ലിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ കമ്മിറ്റ്മെൻറ്റ് ഫ്രം ദ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ഇറ്റ്സ് ക്ലൈൻറ്റ് ടു ഓണർ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട്. എന്താണ്? ഡാഷ് ഈസ് എ കമ്മിറ്റ്മെൻറ്റ് ഫ്രം ദ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ഇറ്റ്സ് ക്ലൈൻറ്റ് ടു ഓണർ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട്. ആൻസറാണ് ബാങ്ക് ഗ്യാരണ്ടി. അതായത് ഏതെങ്കിലും കേസിലൊരു ഒരു ഡിഫോൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാങ്ക് ഇവർക്ക് കസ്റ്റമറിന് വേണ്ടി ആക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ബാങ്ക് ഗ്യാരണ്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൊവിഷൻ ഓഫ് ത്രിഫ്റ്റ്, ക്രെഡിറ്റ് ആൻഡ് അതർ ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് വെരി സ്മോൾ എമൗണ്ട് ടു ദ പുവർ ഫോർ എനേബിളിംഗ് ദം ടു റേസ് ദെയർ ഇൻകം ലെവൽസ് ആൻഡ് ഇംപ്രൂവ് ദെയർ ലിവിംഗ് സ്റ്റാൻഡേർഡ് ഈസ്. എന്താണ്? ദ പ്രൊവിഷൻ ഓഫ് ത്രിഫ്റ്റ്, ക്രെഡിറ്റ് ആൻഡ് അതർ ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് പ്രൊഡക്ട്സ് ഓഫ് വെരി സ്മോൾ എമൗണ്ട് ടു ദ പുവർ ഫോർ എനേബിളിംഗ് ദം ടു റേസ് ദെയർ ഇൻകം ലെവൽസ് ആൻഡ് ഇംപ്രൂവ് ദെയർ ലിവിംഗ് സ്റ്റാൻഡേർഡ്. ചെറിയ ചെറിയ എമൗണ്ട് വെച്ചുകൊണ്ട് അവരുടെ തൃപ്തിനെയൊക്കെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് അതിൽ നിന്ന് ഒരു നല്ല മികച്ച രീതിയിലുള്ള ഇൻകം ലെവൽസിലേക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് മൈക്രോ ഫിനാൻസ്. മൈക്രോ ഫിനാൻസ് കുടുംബശ്രീയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മൈക്രോ ഫിനാൻസുകളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, നോ യുവർ കസ്റ്റമർ ഗൈഡ് ലൈൻസ് നോംസ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻസ് മെയ്ഡ് ബൈ. നോ യുവർ കസ്റ്റമർ KYC ഗൈഡ് ലൈൻസ് നോംസ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ. ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് KYC നോംസ് കൊണ്ടുവന്നത്? ആൻസർ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ,
ഇൻട്രൊഡക്ഷൻ ഈസ് നോട്ട് നെസസറി ഇൻ വൺ ഓഫ് ദ ഫോളോയിങ് കേസസ്. പല അക്കൗണ്ടുകൾ തന്നിട്ടുണ്ട്, അതിൽ ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത അക്കൗണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ട്രസ്റ്റ് അക്കൗണ്ട്. എന്താണ് ട്രസ്റ്റ് അക്കൗണ്ട്? അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ മാർജിൻ ആൻഡ് ദ ട്രാൻസാക്ഷൻ കോസ്റ്റ്. ട്രാൻസാക്ഷൻ കോസ്റ്റും ഫിനാൻഷ്യൽ മാർജിനും തമ്മിലുള്ള വ്യത്യാസത്തെ പറയുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് മാർജിൻ. ഓപ്പറേറ്റിംഗ് മാർജിൻ. നമുക്ക് ഈ പറയുന്ന ഒരു എക്സാം ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നെറ്റ് മാർജിൻ മൾട്ടിപ്ലൈഡ് ബൈ വർക്കിംഗ് ഫണ്ട് ആൻഡ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ്സ് വിൽ ഗീവ്. നെറ്റ് മാർജിനെ വർക്കിംഗ് ഫണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്നത് എന്താണ്? ആൻസർ ആനുവൽ നെറ്റ് പ്രോഫിറ്റ്. ആനുവൽ നെറ്റ് പ്രോഫിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊവിഷൻ റിക്വയർഡ് ഫോർ ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് ടേക്കൺ ടു ഇൻകം ഹെഡ് ഈസ് ഡാഷ് പെർസെൻറ്റേജ്. അതായത് ഓവർ ഡ്യൂ ഇൻട്രസ്റ്റിന് പ്രൊവിഷൻ വെക്കുമ്പോൾ അതിനകത്ത് എത്ര പെർസെൻറ്റേജ് ആണ് എടുക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 100. എത്ര പെർസെൻറ്റേജ് ആണ്? 100%. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടയർ 1 ക്യാപിറ്റൽ എലമെൻറ്റ്. ടയർ 1 ക്യാപിറ്റൽ എലമെൻറ്റിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ റിസർവ് ഫണ്ട് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ റിസർവ് തന്നിട്ടുണ്ട്, ബിൽഡിംഗ് ഫണ്ട് തന്നിട്ടുണ്ട്, സർപ്ലസ് ഓഫ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഇത്രയും ഓപ്ഷനാണ്. അതിനകത്തുനിന്ന് ആൻസർ ഏതാണ്? ബിൽഡിംഗ് ഫണ്ട്. ബിൽഡിംഗ് ഫണ്ട്. ടയർ 1 ക്യാപിറ്റലും ടയർ 2 ക്യാപിറ്റലും ഒക്കെ നമുക്ക് നമ്മുടെ മോഡേൺ ബാങ്കിങ്ങിൻ്റെ ഭാഗമാണ്. സമയക്കുറവ് മൂലമാണ് ടയർ 1 ക്യാപിറ്റലും ടയർ 2 ക്യാപിറ്റലും ഒന്നും ഉൾപ്പെടുത്തി ഒരു സീരിയസ് ആയിട്ടുള്ള ക്ലാസ് എടുക്കാത്തത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയിട്ട് പോകുക. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജൂലൈ 30 നടക്കുന്ന എക്സാമിന് ഈ ക്വസ്റ്റ്യനൊക്കെ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.